വർഷങ്ങളായി കൊടും കാടിനുള്ളിൽ അടഞ്ഞു കിടന്നിരുന്ന ഒരു റിസോർട്ട്. ആനയുടെയും കടുവയുടെയും അതുപോലെ ഇഷ്ടം പോലെ മറ്റു വന്യമൃഗങ്ങളുടെയും പ്രസൻസ് ഉള്ള റിസോർട്ടിൽ നിന്ന് ട്രക്ക് ചെയ്ത് അവിടുത്തെ കുന്നിൻ മുകളിലൊന്ന് പോയാലോ? വയനാട്ടിലെ പുതുതായി ഓപ്പൺ ചെയ്ത ജംഗിൾ പാർക്ക് റിസോർട്ടിലെ സ്റ്റേയും അവിടുത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കരടി വരികയാണെങ്കിലും ഒന്നിച്ച് ഗ്രൂപ്പായി കൈയൊക്കെ ഉയർത്തി ഇങ്ങനെ. വെസ്റ്റേൺ ഗട്ട്സിൽ വളരെ റെയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഫ്ലൈയിങ് സ്കിരിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, ചെന്നായി ഓടിയാൻ ചെല്ലും വെള്ളത്തിലേക്ക്. അതിലിത് കാല് പൊക്കിയിട്ട് ചവിട്ടും, പിന്നെ ബാക്കോട്ട് പോകും. ആ ഓടിയലിൽ ഇതും ഓടി, ഞാൻ ഓടിച്ചെല്ലലും അതിൽ പേടിച്ചതെല്ലാം അവിടെ ഓടി. ആദ്യ നോട്ടത്തിൽ കുരുടിപ്പാമ്പാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഈ കരയില്ലേ, ഈ കരയുന്നത് നീലഗിരി ഫ്ലൈ കാച്ചറാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ടു ഓറഞ്ച് മിനുവേറ്റ് എന്ന് പറയുന്ന ബേർഡാണ്. നിങ്ങൾ തുമ്പി എങ്ങനെ വരുന്നതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായത്? ആക്ച്വലി റിസോർട്ടിന് ഓണർ ഗോട്ട് കിൽഡ്. ഇവിടേക്കുള്ള എൻട്രി തന്നെ കുറച്ച് ഡേഞ്ചറസ് ആണ്. വൈത്തിരിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ഓഫ് റോഡ് ചെയ്ത് വേണം റിസോർട്ടിലെത്താൻ. പോകുന്ന വഴി ഇതുപോലെ ദുർഘടം പിടിച്ചതും പിന്നെ ആനയുടെ പ്രസൻസ് നല്ലപോലെ ഉള്ളതുകൊണ്ടും റിസോർട്ടിൻ്റെ വാഹനങ്ങളെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എസ്പെഷ്യലി ഇതുപോലത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വഴിയിൽ വീണ മരമെല്ലാം മാറ്റി യാത്ര കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നാച്ചുറലിസ്റ്റ് രാഹുൽ എന്തോ കണ്ടത്. ആദ്യ നോട്ടത്തിൽ കുരുടിപ്പാമ്പാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെയാണ് ഇത് ജയന്റ് എർത്തുവാമാണെന്ന് മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ കാണുന്ന മണ്ണിരയുടെയൊക്കെ ഒരു ഭീകര രൂപം. കുറച്ചു നേരം ആശാന്റെ ആക്ഷൻസ് എല്ലാം നോക്കി ഇന്ന് വീണ്ടും റിസോർട്ടിലേക്കുള്ള യാത്ര തുടർന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കാർഡമം പ്ലാന്റേഷൻ ആയിരുന്നുകൊണ്ട് ഇപ്പോഴും ഈ പ്രോപ്പർട്ടി കാർഡും പ്ലാന്റേഷനും എല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ തന്നെ കുറേ ഭാഗം ഫോറസ്റ്റിന്റെ പരിധിയിൽ പെടുത്തിയിട്ടും ഇപ്പോഴും 900 ഏക്കറിലധികം പരന്ന് കിടക്കുകയാണ് ഈ പ്രോപ്പർട്ടി. ഡ്രൈവിന്റെ അവസാനം റിസോർട്ടിന്റെ എൻട്രി ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകം തന്നെയാണ്. ഡിസ്കണക്റ്റിംഗ് ഫ്രം ബിസി വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതെന്താണെന്ന് എക്സാക്ട്ലി ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും. ചുറ്റിലും കൊടും കാട്, അതിനൊത്ത നടുവിലായിട്ട് തടാകത്തിൻ്റെ കരയിൽ ജംഗിൾ പാർക്ക് റിസോർട്ട്. വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിൻ്റെ എസ്പെഷ്യലി ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സിൻ്റെ പാരഡൈസ് എന്ന് വേണം പറയാൻ. റിസോർട്ടിൻ്റെ ഓരോ റൂമുകളും തടാകത്തെ ഫേസ് ചെയ്തുകൊണ്ടാണുള്ളത്. പിന്നെ ഒരു വശം ചേമ്പ്ര പീക്കിനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളും. ഇവിടേക്ക് ഇപ്രാവശ്യം ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ കൂടെയാണ് നമ്മുടെ യാത്ര. ഒരു വൈൽഡ് ലൈഫ് ക്യാമ്പ് നടത്താൻ ബെസ്റ്റ് സ്പോട്ടാണെന്ന് അറിഞ്ഞു വന്ന ഞങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് ഇവിടുത്തെ സ്റ്റാഫും പിന്നെ ഈ കാർഡും സ്വീകരിച്ചത്. വരുന്ന വഴിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടെല്ലാം ചോദിച്ചറിഞ്ഞ റിസോർട്ട് സ്റ്റാഫ് ഒരു വെൽക്കം ഡ്രിങ്കും തന്ന് നമ്മുടെ റൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. കാടിനിടങ്ങുന്ന രീതിയിലുള്ള റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ. ശരിക്കും ഒരു മൺവീടിൻ്റെ തീമാണ് റിസോർട്ടിന് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ടോട്ടലി ഡിഫറെൻറ്റ്, ഒരു ലക്ഷറി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ആയിട്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ നോക്കാം. എല്ലാം ഒരു ആംബർ തീമിൽ ചെയ്തുകൊണ്ട് റൂമിനുള്ളിൽ പ്രത്യേക ഒരു ഫീല് തന്നെ. ഇങ്ങനെ ഒരു റൂമിൽ മാക്സിമം 2 പേർക്കാണ് സ്റ്റേ ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റിയിട്ടോ. മേലേക്ക് കണ്ടില്ലേ ഒരു കോണിയൊക്കെ വെച്ച് കയറിയ ഒരു തട്ടിൻപുറം സെറ്റപ്പ്. ഇവിടെ 2 പേർക്കുള്ള സ്ഥലമുണ്ട്. ഒരു 3-4 ആളൊക്കെ ആയിട്ട് വന്ന് റൂം എടുത്താലും മേലേയും താഴേക്ക് ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. വാഷ്റൂം ആണെങ്കിലും വേറെ പറയാനൊന്നുമില്ല, അടിപൊളി. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല റൂമിലെ സൗകര്യങ്ങൾ. ഒരു ഡോറ് തുറന്ന നേരെ ഒരു പ്രൈവറ്റ് ബാൽക്കണി. ഗ്രൗണ്ട് ലെവൽ ആയതുകൊണ്ട് സിറ്റ് ഔട്ട് എന്ന് പറയേണ്ടി വരും അല്ലേ, അതും ലേക്കിനെയും കാടിനെയും ഫേസ് ചെയ്തുകൊണ്ട്. ഇവിടെ 2 ദിവസത്തെ വൈൽഡ് ലൈഫ് ക്യാമ്പിനും സ്റ്റേക്കുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ച് നേരം അങ്ങനെ ഒന്ന് അവിടുത്തെ ആംബിയൻസ് എല്ലാം എൻജോയ് ചെയ്ത് റീഫ്രഷ് ആയി നേരെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഹിയർ. കുറച്ച് ടൈമിലായിരുന്നു നമ്മളെല്ലാം പ്ലാൻ ചെയ്ത്. എനിക്കൊണ്ട് ഷംഷാദിൻ്റെ അടുത്ത് ഐ വാസ് ടോക്കിംഗ് ഫോർ 2-3 വീക്സ് നൗ. ആക്ച്വലി ഈ റിസോർട്ടിന് എനിക്കൊണ്ട് 100 ഇയേഴ്സിൻ്റെ എങ്ങാനും ഒരു സ്റ്റോറി ഉണ്ട്. പഴയ തോട്ടം, പിന്നെ തോട്ടത്തിൽ നിന്ന് പാടി, പിന്നെ പാടി മാറിയിട്ട് ഒരു റിസോർട്ടായി. Then lot of legal trouble. Then the actually resort owner got killed. ഭയങ്കര ട്രാജിക് സ്റ്റോറിയൊക്കെ ഉണ്ട്. ഒരു 1.5 years മുമ്പേ നമ്മളിവിടെ നിങ്ങളെപ്പോലെ തന്നെ വെറുതെ ജസ്റ്റ് ഒരു സൈറ്റ് സീയിങ്ങിന് വന്നായിരുന്നു. സോ ആ ടൈമിൽ ഇവിടെ വരുന്ന ടൈമിൽ ബിൽഡിങ്സ് എല്ലാം തകർന്ന് നടക്കായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി റൂയിൻഡ് ആ ടൈമിൽ. സോ വി ഓപ്പൺ ദിസ് ജംഗിൾ പാർക്ക് റിസോർട്ട് 2 months back. ബേസിക്കലി ഇതൊരു കൊമേഴ്ഷ്യൽ റിസോർട്ടല്ല. എനിബഡി വിത്ത് എ കൊമേഴ്ഷ്യൽ ലൈക്ക് കുറേ പാർക്ക് അതുപോലെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഒന്നും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച ഒരു റിസോർട്ടല്ല. ആദ്യമായിട്ടാണ് നമ്മളൊരു ക്യാമ്പ് നടത്തുന്നത്. ആൻഡ് ഐ വാണ്ടഡ് ടു ബി മേക്ക് ഷുവർ ദാറ്റ് ഒരു നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നാച്ചറിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു വരേണ്ടതെന്നുള്ളത്. സോ ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യും നെക്സ്റ്റ് 2 days നമ്മൾ എങ്ങനെ ആണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആകാശ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഷിംലാൽ,
സ്ഥലം ട്രിവാൻഡ്രം. ഹലോ, എൻ്റെ പേര് രാഹുൽ. ഞാൻ നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് അനിലേഷ്. എൻ്റെ സ്ഥലം കൊണ്ടോട്ടിയാണ്. എൻ്റെ പേര് ബഹാവുദ്ദീൻ. ഞാൻ മലപ്പുറം കോട്ടക്കലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗൈഡ് സന്തോഷാണ്. സന്തോഷിന് ഇവിടുത്തെ സ്റ്റോറീസ് എനിക്ക് തോന്നുന്ന സന്തോഷിന് ഒരാഴ്ച ഇരുന്നാലും പറഞ്ഞ തീരാത്ത സ്റ്റോറികളുണ്ട്. സന്തോഷിന്റെ പുതിയ സ്റ്റോറികൾ ഇന്നും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കുറേ കാലമായിട്ട് അടഞ്ഞു കിടന്നുകൊണ്ട് മനുഷ്യ സഞ്ചാരമൊന്നും ഇല്ലാത്ത റൂട്ടിലൂടെയുള്ള ആദ്യത്തെ ട്രെക്കിങ്ങിനാണ് ഇന്ന് നമ്മൾ പോണത്. വയനാട്ടിൽ അങ്ങനെ ഒരു ട്രെക്കിംഗ് തുടങ്ങിയതും അതിൽ ആദ്യത്തെ യാത്രയിൽ തന്നെ നമുക്ക് പോകാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ. യൂഷ്വലി നമ്മളെല്ലാവരും പോകുന്ന ട്രെക്കിങ്ങിൽ നിന്ന് മാറി ഇതുപോലെയുള്ള പുതിയ റൂട്ടുകൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം കാടിൻ്റെ ഫ്രഷ് ഫീല് ശരിക്കും നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇവിടുത്തെ അനിമൽസും ബേർഡ്സും പൊതുവെ ഷൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിയൽ ഫോറസ്റ്റ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഏകദേശം ഒരു 3 കിലോമീറ്ററുള്ള ട്രെക്കിംഗ്. പക്ഷേ ഹൈക്കിംഗ് നല്ലതുള്ളതുകൊണ്ട് പതുക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് കയറണത്. ഈവൻ ഫ്ലോറിൻ്റെ ഉള്ള സ്ഥലത്ത് പ്ലാന്റേഷനുമാണ്, റെയിൻ ഫോറസ്റ്റാണ്, അങ്ങനത്തെ സാധനം. ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു എക്കോ ടോൺ എന്നൊക്കെ പറയും. എക്കോ ടോൺ എന്ന് വെച്ചാൽ 2 ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആണെന്ന് വെച്ചാൽ ഫോറസ്റ്റാണ്, പ്ലാന്റേഷൻ ആണെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ, അങ്ങനത്തെ. ആദ്യത്തെ ട്രെക്കിംഗ് ആയതുകൊണ്ട് നാച്ചുറലിസ്റ്റ് രാഹുലും പിന്നെ ഈ സ്ഥലം നല്ല അറിയുന്ന 2 ആളുകളാണ് കൂടെ ഉള്ളത്. വഴിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് പതുക്കെ പതുക്കെ വേണം കയറി പോകാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വഞ്ചറാണ്. ഏകദേശം ഒരു ദിശ മനസ്സിലാക്കി മുന്നിൽ ഈ 2 പേര് നടക്കുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് നമ്മളും. ഇങ്ങനെ ഒരു കാടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളെല്ലാം നല്ല ഷൈ ആയിരിക്കും, പക്ഷെ അതിലേറെ ഡേഞ്ചറും. അതുകൊണ്ട് തന്നെ മുന്നിൽ പോണ സന്തോഷേട്ടനും നമ്മുടെ നാച്ചുറലിസ്റ്റ് രാഹുലും എക്സ്ട്രാ കെയർഫുള്ളാണ്. നടത്തത്തിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞ ആ കുന്നിൻ മുകളിലെത്തി. നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷനും പിന്നെ ജംഗിൾ പാർക്ക് റിസോർട്ടും ഗൂഗിൾ എർത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം. വയനാട്ടിലെ കൊടും കാടിനുള്ളിൽ കുന്നിന് മുകളിലുള്ള റിസോർട്ടാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയും ഉള്ളിലാണ് ഈ ജംഗിൾ പാർക്ക് റിസോർട്ട് ഉള്ളത്. അങ്ങനെ ഈ പീക്കിൽ വന്നിട്ട് കാടിനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ക്യാമറയിൽ ഒരു ബേർഡ് കുടുങ്ങിയത്. ബേർഡ് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അത് വളരെ റെയറായിട്ട് മാത്രം കാണപ്പെടുന്ന ഷഹീൻ ഫാൽക്കണായിരുന്നു. ശരിക്കും ലക്കി സൈറ്റിംഗ്. ഇവിടുന്ന് കിട്ടിയ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം വേഗത്തിൽ കേൾക്കുന്ന രീതി. ഇങ്ങനെ കൂടുതലായിട്ട് കേൾക്കാൻ എങ്ങനെ മനുഷ്യന് കഴിയും എന്നുള്ളതാണ് രാഹുൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൃഗങ്ങളുടെ ചെവിയുടെ വലിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെറിയൊരു പോഷൻ മതില്ല, അവർക്ക് ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ശബ്ദങ്ങൾ കേൾക്കാം. അപ്പം ലങ്കൂറിൻ്റെ ഇറച്ചിൽ കേട്ടോ, മലയണ്ണാൻ്റെ ശബ്ദമുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ ട്രെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. നേരെ നല്ല ഇരുട്ടായിട്ടുണ്ട്. കാടിൻ്റെ ഭീകരത ചെറുതായിട്ട് റിസോർട്ടിലെത്തിയിരിക്കുന്നു. കുറച്ച് നേരം ആംബിയൻസ് എല്ലാം എൻജോയ് ചെയ്ത് ഒരു കോഫി എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് രാത്രിയിൽ ഹെർപ്പിങ്ങിന് ഇറങ്ങി. കരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടിക്ക് ഫേസിൽ നിറയെ രോമമായതുകൊണ്ട് കരടിക്ക് കാണില്ല. പക്ഷെ കടലിലേക്ക് കണ്ണിനേക്കാൾ കൂടുതൽ കാഴ്ചയേക്കാൾ കൂടുതൽ കരടി സ്മെല്ലാണ് ബിഹേവ് ചെയ്ത് പോവുക. ലൈക്ക് സ്മെല്ല് ചെയ്താണ് പോവുക. അതാണ് അതിൻ്റെ ബിഹേവിയർ. സോ കരടി പൊതുവെ മനുഷ്യനായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന കരടി ഇങ്ങനെ മണത്ത് വന്ന് നമ്മൾ വളരെ ക്ലോസ് എത്തുമായിരിക്കും. കരടി എണീറ്റ് നോക്കുക. നമ്മളാണ് അങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ ആണ് ഇവർക്ക് മനസ്സിലാവുക എന്ത് ലൈക്ക് അടുത്തെത്തി എന്നുള്ള. കാരണം നിറയെ രോമമായതുകൊണ്ട് കാഴ്ചയാണ്. അപ്പോൾ സ്മെല്ല് ചെയ്ത് വളരെ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് തല പൊന്തിച്ച് നോക്കുക. സോ ഇവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ 2 കാലിലിങ്ങനെ നിൽക്കുമല്ലോ, അതൊരു ഫൈറ്റിംഗ് പൊസിഷനാണ്. സോ കരടി അറ്റാക്ക് എങ്ങനെ ചെയ്യുന്നു പിന്നെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈവൻ കരടി അറ്റാക്ക് ചെയ്താൽ കരടിൻ്റെ നെയിൽസ് ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. സോ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുകൊണ്ട് അറ്റാക്ക് ചെയ്യാം. സോ കരടീന് മുന്നിൽ പെടുന്നത് മുഴുവൻ ആൾക്കാർ ദർ ഇസ് ചാൻസ് ടു ഡെത്ത്, റൈറ്റ്? സെയിം ടൈം കരടി വരികയാണെങ്കിലും ഒന്നിച്ച് ഗ്രൂപ്പായി നിൽക്കുക, കയ്യൊക്കെ ഉയർത്തി ഇങ്ങനെ സ്ക്രീം, എത്രത്തോളം സ്ക്രീം ചെയ്യാൻ പറ്റുമോ അങ്ങനെ സ്ക്രീം ചെയ്യാനില്ല. അപ്പോൾ അവർ പേടിച്ച് പോവുകയോ ഫിയർ ചെയ്ത് പോവുകയോ. ഈ ഹെർപ്പിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യത്യസ്ത ജീവികളെ രാത്രിയിൽ കാണാൻ സാധിക്കും. ഡാഡി ലോങ് ലെഗ് എന്ന് പറയും. പൊതുവെ നമുക്ക് ഇരുട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ റിസോർട്ട് സ്റ്റാഫിൻ്റെ ക്യാമറയിൽ കിട്ടിയ വിഷ്വൽസാണിത്. വെസ്റ്റേൺ ഗട്ട്സിൽ വളരെ റെയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഫ്ലൈയിങ് സ്കിരിൽ. ഈ റിസോർട്ട് ഏരിയയിൽ ഇവയെ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. 4 കാലം ഉപയോഗിക്കാതെ എനിക്ക് നടക്കാൻ പറ്റായിരുന്നു, അത്രയും ബോഡി ഉള്ളതുകൊണ്ട്. സോ ഇത് കയറുമ്പം അങ്ങനെ പരമാവധി ലൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, മൂവ് ചെയ്തിരിക്കുക ചെയ്യുക. പക്ഷെ ആന എന്താ ചെയ്യുക, മൂവ് ചെയ്യുക പറ്റിക്കഴിഞ്ഞാൽ. സോ ഇത് കാല് വെക്കും തോറും ഇത് ഉള്ളിലേക്ക് കയറിപ്പോവും. കിലോമീറ്റേഴ്സ് അവർ മൂവ് ചെയ്യും. 50 to 40 കിലോമീറ്റേഴ്സ് മിനിമം അവർ നടക്കും.
അറ്റ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പം ഇവർ 3 കാലിൽ ഇങ്ങനെ എവിടെയെങ്കിലും ചാരി നിൽക്കുക. സോ നമ്മളൊരു സിമ്പിൾ അശ്രദ്ധ ഒരു വലിയൊരു ആനിമലിനെ, ഒരു എൻ്റെ എക്കോളജീനെ ഭയങ്കര ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സോ എവിടെ നമ്മൾ പോകുകയാണെങ്കിലും ബി റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. സ്പൈഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യൽ ഭയങ്കര ഒരു റിസ്കി എലമെൻ്റാണ്. നമുക്ക് നോർമലി കാണുന്ന സ്പൈഡറിനെ പോലെയല്ല. അത് ഇവർക്ക് പോയ്സൺ ഉണ്ടോ? ഇല്ല. ഇവിടെ വന്ന ഒരു ഇൻഡോ സിൽവറാന സ്പീഷീസ് പെടുന്ന ഒരു ഫ്രോഗ്. നാച്ചുറലിസ്റ്റിന്റെ ഓരോ എക്സ്പ്ലനേഷൻസും കേട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു തടാകത്തിന്റെ സൈഡിലായിട്ട് ഈ കാഴ്ച കണ്ടത്. ഇത് കുഴിയാനയിൽ നിന്നാണ് എല്ലാ തുമ്പിയും ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാണാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കാണാം കേട്ടോ. നിങ്ങൾ തുമ്പി എങ്ങനെ പിന്നെ ലൈക്ക് വരുന്നു എന്നായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായത്. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡിങ്ങിൽ നിന്ന് പുറത്ത് വന്നിട്ട് അവർ പോവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. തുമ്പികൾ അധികവും വെള്ളത്തിലാണ് മുട്ടയിടുക. സോ തുമ്പിയുടെ മൈഗ്രേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ ഫ്രഷ് വാട്ടർ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് തുമ്പീനെ കാണാൻ പറ്റും. സോ തുമ്പികളും ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അങ്ങനെ ഹെർപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ക്ഷീണത്തിൽ ഡിന്നറും കഴിച്ച് വേഗം കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. അനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിലും ഇന്നലത്തെ ട്രക്കിങ്ങും ഹെർപ്പിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ പുതിയൊരു റൂട്ടിലൂടെയാണ് ട്രക്കിങ്. ഇന്നലത്തെ ക്ഷീണം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് യാത്ര. കുറേ കാലമായിട്ട് അടഞ്ഞു കിടന്ന റിസോർട്ടിൻ്റെ തകർന്ന സ്ട്രക്ചറുകളാണ് ട്രൈ കാണുന്നതൊക്കെ. ഇന്നത്തെ ട്രക്കിങ്ങിൽ പ്രധാനമായിട്ടും ബേർഡ് വാച്ചിങ്ങിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ബേഡ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും പിന്നെ ഈ കാടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്കൊന്ന് നടന്നാലോ? ഗ്രേ ഹെഡഡ് കാനറി എന്ന് പറയുന്നൊരു ബേർഡാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ബേർഡാണ്. സോ അവരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഹൈ എലിവേഷനിൽ മാത്രമേ ഇവരെ കാണാൻ വേണ്ടി പറ്റും. വലിയ സൈസ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു ബേർഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വിസിലുണ്ടാക്കും. ഇപ്പം കേട്ടത് ഫുൾ വെട്ട എന്ന് പറയുന്ന ബ്രൗൺ ചീക്കഡ് ഫുൾ വെട്ട എന്ന് പറയുന്ന ഒരു ബേർഡ് ഉണ്ട്. അവരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവർ ശരിക്കും ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു ശബ്ദം ഉണ്ടാക്കുക. ബുൾബിൾ പല തരത്തിൽ നമുക്ക് ബുൾബിൾ നമ്മൾ പൊതുവെ കാണുന്ന തൊപ്പിക്കിളി എന്ന് പറഞ്ഞാൽ ക്രൗണുള്ള 2 ടൈപ്പാണ്. സോ അവരുടെ തന്നെ ബ്രോൻ്റെ ഇവിടെ ഒരു യെല്ലോ കളർ ഉണ്ടാകും. ഫുൾ യെല്ലോ ആണ്. ബ്രോൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ഒരു യെല്ലോ കളർ. കാടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിലുള്ള ലീഫ് ലിറ്റേഴ്സും ലൈക്ക് ഡബ്രിസുകളൊക്കെ ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ആവും. ഇത് പിന്നെ മെന്യൂറായിട്ട് ലൈക്ക് ഹ്യൂമസ് ആയിട്ട് മാറും. അപ്പം ഇവിടെ പെയ്യുന്ന മഴകളൊക്കെയും ഈ ലെയേഴ്സിൽ ട്രാപ്പാവും. എന്നിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഇത് ഒരു ലെയറിൽ നിന്ന് താഴെ ലെയറിലേക്ക് ലീച്ച് ഔട്ട് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷെ അങ്ങനെ ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്ന വെള്ളമാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. വെള്ളമില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഏറ്റവും കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും മനുഷ്യന് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധ്യമാക്കുന്നത് ഫോറസ്റ്റാണ്. സോ അത് മാത്രം മതി ഫോറസ്റ്റിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ലൈഫ് ലൈനിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഫോറസ്റ്റാണ്. സക്സഷൻ എന്ന് പറയും. സക്സഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു വാട്ടർ ബോഡി ആയിരിക്കും. സോ സക്സഷൻ എന്ന് വെച്ചാൽ ഓരോ ഹാബിറ്റാറ്റ് മാറി ഇങ്ങനെ ലൈക്ക് അവസാനം അത് അതിൻ്റെ എക്കോസിസ്റ്റം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിക്കാണ് പറയാനുള്ളത്. അപ്പോൾ സക്സഷൻ എന്ന് വെച്ചാൽ ആദ്യം ഒരു വാട്ടർ ബോഡി വരുന്നു. ഇനി വാട്ടർ ബോഡിയിൽ ചുറ്റുവട്ടം ചെറിയ പ്ലാന്റ്സ് വരും. ഈ പ്ലാന്റ്സ് അങ്ങനെ ഇൻവേർഡ് ചെയ്യും. അങ്ങനെ ഇൻവേർഡ് ചെയ്തിട്ട് ഇതിപ്പം ചതുപ്പാണെങ്കിൽ ചതുപ്പാണ്, പക്ഷെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചതുപ്പാണ്. മുമ്പ് ഇത് ഫുൾ വാട്ടർ ബോഡി ആയിരിക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ ബേർഡ് വാച്ചിങ്ങും പിന്നെ സംസാരം എല്ലാം കഴിഞ്ഞ് നടന്നൊരു ചോല ഒഴുകി വരുന്ന സ്ഥലത്തെത്തി. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവിടെ. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ട്രെക്കിംഗ് ബൂട്ട് കരുതുന്നത് നന്നായിരിക്കും. നോർമൽ ഷൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴാണ് സ്ലിപ്പായി വീണ് പോകുകയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കാലിൻ്റെ പ്രൊട്ടക്ഷനും നോക്കണമല്ലോ. മോർണിംഗ് ട്രക്കിങ്ങിൻ്റെ അവസാനം ഇവിടുത്തെ തന്നെ ഓൾഡ് കൺസ്ട്രക്ഷനുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തകർന്നു കിടക്കുന്ന ഒരു കോട്ടേജ്. ഉള്ളിൽ കയറിയാൽ കോട്ടേജിൻ്റെ ഒരു വശം മൗണ്ടൻ വ്യൂ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ തകർന്ന കോട്ടേജിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ആദ്യകാല സ്റ്റാഫ് സന്തോഷേട്ടൻ പറഞ്ഞ കുറച്ച് കഥകൾ കേട്ടാലോ? ഞാനൊക്കെ കാട്ടുകൊണ്ട് താമസിച്ചിട്ടുണ്ട്.
നമ്മൾ കാട്ടിക്കുന്ന് പറഞ്ഞ ഇവിടുന്ന് ഒരു നമ്മൾ ജംഗിൾ പാർക്കിൽ പോണ ആ ദൂരമുണ്ട് കാട്ടിക്കുന്ന് എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഓലപ്പുരയൊക്കെ ആയിട്ട് പുല്ലൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ പുല്ലൊക്കെ ഇട്ട് മേഞ്ഞ വീട്ടിൽ താമസിച്ചു. നമ്മളൊക്കെ രാത്രി പോകുന്നതൊക്കെ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. നമ്മൾ പോണ വയ്ക്ക് തന്നെ അതിനെ കാണാം. അങ്ങനെ ചെറുതാണത്, ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. വീടിനടുത്തൊക്കെ വരും, അങ്ങനെ പോകും. നമ്മള് അശ്രദ്ധ അതിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ്? നമ്മൾ ജംഗിൾ പാർക്കിൽ തന്നെ ആനയിൽ ഫ്രണ്ടിലൊക്കെ വന്ന് പോകുന്ന ഒരാൾ ഉപദ്രവിക്കൽ അങ്ങനെ സംഭവം ഉണ്ടായില്ല. നമ്മൾ ടെന്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഓപ്പൺ ആയി കിടക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ കരിമ്പുലിന്റെ കണ്ടിരുന്നു ഞാൻ. നമ്മള് പിന്നെ രാത്രി നടന്നു അങ്ങോട്ട് വന്നില്ല, ഒരു കാവിന്റെ അടുത്തുനിന്ന് ഒരു കാവ് കണ്ടിരുന്നു. അവിടെ ആ കാവിന്റെ പിന്നെ ആ താഴത്ത് ഒരു ട്രീ ഹൗസ് ഉണ്ട്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു ട്രീ ഹൗസ് ഉണ്ട്. അതിപ്പോ ഫോറസ്റ്റിൽ പോയി പിടിച്ചുപോയി. അന്ന് അതിന്റെ അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ആ ഭാഗത്തു നിന്നാണ് കരിമ്പുലിനെ കണ്ടത്. കരിമ്പുലി ഒറ്റയ്ക്കായിരുന്നു, കുട്ടികളുണ്ട്. ചെന്നൈന്റെ ഞാൻ പറഞ്ഞില്ല, കാവിന്റെ അടുത്തുനിന്ന് ഇതേപോലെ ബൈക്കായിട്ട് പോകുമ്പോൾ ടവർ ഓൺ ചെയ്യാൻ പോകും. ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ സൈറ്റ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ ഒരു 6:30 മണിക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ആദ്യം ഒരെണ്ണത്തിനെ കണ്ടു. അപ്പോൾ ഞാൻ നിന്ന് വണ്ടി ഓൾറെഡി എണ്ണ തീർന്നു പോയതാ, നിന്ന് നടക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് കാവിനെ കുറച്ച് ദൂരം നടക്കണമല്ലോ. അപ്പോൾ നടന്നു കൊണ്ട് ആ വളവ് തിരിയുമ്പോൾ ഒന്നിനെ കണ്ടപ്പോൾ ഇതൊരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അടുത്ത ഒന്നുകൂടി വന്നു. മൂന്നെണ്ണായി. ഫോളോ ചെയ്യണോ? അതിന്റെ ഫ്രണ്ടിലാ സാധനം ഉണ്ടായിരുന്നത്. ബാക്കിലല്ല, ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിനെ കടമ്പോൾ ഞാൻ നിന്ന് എനിക്ക് ആ ഒരു കടക്കണ്ടേ. ഇപ്പൊ ഒരു പ്രത്യേക ഒരു കൂക്കുന്ന പോലെ ഒന്നത്തെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒരെണ്ണം കൂടി വന്ന്. പിന്നെ കുറച്ചുകൂടി ഇവര് ഞാൻ ചെന്നപ്പോൾ ഇത് ബാക്ക് അങ്ങോട്ട് പോയി. അടുത്തടുത്തേക്ക് ഒന്നുകൂടി പോയി. മൂന്നെണ്ണത്തിന് ഞാൻ ഫ്രണ്ടിൽ തന്നെ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഇതിൽ ഞാൻ നിന്ന് എന്താ ആക്രമിക്കാനുള്ള രീതി തന്നെ നിന്ന്. കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല, ഒരു ബെൽറ്റാണുള്ളത്, ഒരു മെടഞ്ഞുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. അത് ഡബിളായിട്ട് ഇവിടെ വരെ എത്തും, കുറച്ച് നീളമുണ്ട്. അത് ഞാൻ ആ ബെൽറ്റ് കൊണ്ട് വരും. ബെൽറ്റ് കൂടിയിട്ട് ഒറ്റ കുട്ടികളാണ് കൂടി ആരാണ് ചെന്ന് അതിൻ്റെ അടുത്ത്. ആ ഓടിയിൽ ഇതും ഓടി, ഞാൻ ഓടിച്ചെല്ലലും അതിൽ പേടിച്ചെല്ലാം അവിടെ ഓടി. നമ്മളെ ആ പിന്നെ റൂഫ് ഇറക്കിയ സ്ഥലമല്ലേ ആ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ റൂഫ് വലിയ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരെണ്ണത്തിന് പിടിച്ചിട്ട് തിന്നിട്ട് പോയി. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ട് ബാക്കി തിന്നു. ഞാൻ അവിടെ താഴത്ത് ആ റൂമൊക്കെ റൂഫൊന്നും പോയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കിടക്കുക. ഞാൻ ഒറ്റയ്ക്ക മേലെ ടവറിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം കൂടി കെട്ടിമറിഞ്ഞ് ഉരുണ്ടിട്ട് വരികയാണ്. ഇതിനെ പിടിച്ചിട്ടേ വലിയ കിഴന കൊമ്പ് പോലെ ഇതിനെ പിടിച്ചിട്ട് ഇതെല്ലാം കൂടി മറിഞ്ഞ് കാട്ടുകൂടെ അമ്മാര് സൗണ്ടാ. ഒരു 10-12 ഉണ്ട് ഇതിൻ്റെ അവിടെ നേതൃത്വം ജീവനോടെ. അപ്പൊ തന്നെ ഇത് വന്ന് വീഴുമ്പോൾ തന്നെ ഇവിടെയൊക്കെ പൊടിഞ്ഞിക്കണ്. ഇതെല്ലാം കണ്ട് ഞാൻ എഴുതിച്ച് സൗണ്ട് ഇട്ടിട്ടാണ് എണീക്കുന്നത്. ഒരു 2 മണിയായിട്ടുണ്ടാവും ഉച്ചയ്ക്ക്. ഇത് ഈ മാനം രക്ഷപ്പെടാൻ പോണത് അങ്ങോട്ട് ഈ കുളത്തിലേക്ക് ആണ്. ഇവർക്ക് രക്ഷതേ ഉള്ളൂ, വെള്ളത്തിൽ പോയി ചാടുക, അല്ലെങ്കിൽ പിന്നെ വലിയ കുളത്തിൽ പോയി ചാടുക, അല്ലെങ്കിൽ ആൾക്കാരുള്ളതിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുക. അങ്ങനെയൊക്കെ ഇതിലേക്ക് രക്ഷയുള്ളൂ, ഓടി രക്ഷപ്പെടുക. അങ്ങനെയൊക്കെ തന്നെ ഈ മാനൊക്കെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുള്ളൂ. അപ്പൊ ഇത് പോയിട്ട് നേരെ ചാടിയത് കുളത്തിലേക്കാണ്. ഉള്ള ബാക്കിയുള്ള മുറിയൊക്കെ വെച്ച് ചാടി. ഇതിന്റെ ബാക്കിലേക്ക് ചെന്നൈക്കൾ ഓടിയിട്ടുണ്ടെങ്കിൽ ഈ ചതുപ്പിൽ, വെള്ളത്തിന്റെ സൈഡിൽ ഉള്ള ചതുപ്പിൽ കടന്നു ഈ മാന് കുളത്തിൽ. അന്ന് ഒരു ഏകദേശം ഇത്ര വെള്ളമൊക്കെ ഉണ്ട് അവിടെ ആ കുളത്തിൽ. ഇത് വെള്ളത്തിൽ നിൽക്കണം. കുറച്ച് നേരം ഇങ്ങനെ കിടക്കും. ചെന്നായി ഓടിയാൻ ചെല്ലും വെള്ളത്തിലേക്ക്. അതിലിത് കാല് പൊക്കിയിട്ട് ചവിട്ടും, പിന്നെ ബാക്കോട്ട് പോകും. അങ്ങനെ കളിച്ച് കുറേ നേരം ഞാൻ എന്നിട്ട് അവിടെ ഉള്ളൊരു ജണ്ട ഉണ്ട് ഫോറസ്റ്റിന്റെ. ആ ജണ്ട തന്നെ നമ്മൾ കയറി നിന്ന് കുറേ നേരം നോക്കി. പിന്നെ ഇവരെല്ലാം കൂടി കൂട്ടത്തോടെ ഇറങ്ങാൻ വെള്ളത്തിലേക്ക് ലാസ്റ്റ് ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിലിട്ട് അങ്ങോട്ട് സൈസാക്കി. ആനയുടെ എണ്ണം കൂടിയിട്ടുണ്ടോ അതോ? ആനയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പണ്ട് പിന്നെ ഇറങ്ങുന്നതിനെക്കാട്ട് ആദ്യമൊക്കെ എസ്റ്റേറ്റിലെ ഭാഗത്തൊക്കെ അത്ര ഇറങ്ങലില്ല ആന. ഇപ്പൊ ആന കണ്ടമാനം കൂടി. ഇപ്പൊ കടുവേന്റെ പ്രശ്നം വെച്ചാല് ഇപ്പൊ ഒരു 10 കൊല്ലത്തിന്റെ അടുത്തോളം, 10 ഇല്ല, ഒരു 6 കൊല്ലമായിട്ടാണ് ഇപ്പൊ കടുവേന്റെ ഒരു വിഷയം ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ കൂടുതലായിട്ട് വന്നല്ലോ. അതിന് മുന്നേ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഇവിടുന്ന് മാനന്തവാടി ഭാഗത്ത് അങ്ങനെ ആ ബോർഡർ സൈഡിലൊക്കെ ഇറങ്ങി കുറച്ച് പുറത്തേക്കൊക്കെ വരുന്നുണ്ടെന്നുള്ള കാരണമുണ്ട്. മോർണിംഗ് ട്രക്കിങ്ങിൽ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി സന്തോഷേട്ടൻ പറഞ്ഞ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചുപോയി നേരെ ബ്രേക്ക്ഫാസ്റ്റാണ് എടുത്തത്. നല്ല ക്വാളിറ്റി ഫുഡാണ് സെർവ് ചെയ്തതെന്ന് മാത്രമല്ല ഇതെല്ലാം സ്റ്റേ ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ സ്റ്റേ ചെയ്യാനിപ്പോൾ എത്ര റേറ്റ് വരുമെന്നാവില്ലേ നിങ്ങൾ ആലോചിക്കണത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത സെഷൻ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെയാണ് കേട്ടോ. നമ്മുടെ നാച്ചുറലിസ്റ്റ് രാഹുലിന് കാടിനെ പറ്റി എന്തൊക്കെയാണ് പറയാനുണ്ട്. ആൾട്ടിമീറ്റർ. സോ മോഡറേറ്റ് വയനാട് നമുക്ക് കാണാം 700-750 ഹൈറ്റ്. ആൾട്ടിറ്റ്യൂഡ് 700-750 മോഡറേറ്റ്ലി വയനാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹൈറ്റ്.
സോ 800 വരെ കാണാം. സോ ഇത് അതൊന്നും കുറച്ചുകൂടെ വലിപ്പം ഹൈറ്റുള്ള മലയാണ്. സോ ഇത് 1200 ആൾട്ടിമീറ്ററിലൊക്കെ നമുക്ക് കാണാം. സോ ഇത് സ്ട്രിക്ട്ലി ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. സെയിം ടൈം ഇതിൻ്റെ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ നമുക്ക് ഷോല പാച്ചുകളും ഗ്രാസ് ലാൻഡുകളും കാണാമെന്നുള്ളതാണ്. എല്ലാവരും ലൈക്ക് മനുഷ്യനെ ഒരുവിധം എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യൻ പേടിയാണ്. സോ അവർ പരമാവധി കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി അവരവരുടെ വഴിക്ക് പോകാനാണ് ലൈക്ക് അവർ നോക്കുക. അപ്പം എല്ലാ ആനിമലും ഓരോ തരത്തിലാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ഒറ്റക്ക് പോവാതെ ആ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ കൂടെ പോവുക. അപ്പം അതാവും ഏറ്റവും നല്ലത്. നമ്മൾ ടെറൈനൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ടെറൈൻ അറിയുന്ന ആൾക്കാരെ കൂടെ പോവുക, ആ സ്ഥലങ്ങൾ കാണാമെന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഫേസ് ടു ഫേസ് ഒക്കെ വന്ന് ലൈക്ക് അറ്റാക്കിങ് ചാൻസ് കുറവാണ്. അവർ ഇതിനു മുന്നേ അവർക്ക് നമ്മളെ സെൻസ് ചെയ്യാനും അവർ മാറിപ്പോവാണ് ചെയ്യുക. അങ്ങനെയാണ് പൊതുവേ മൃഗങ്ങൾ ചെയ്യാറ്. ഇപ്പോൾ ടൈഗർ ആണെങ്കിൽ കൂടെ ഭയങ്കര ക്ലോസ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാലും അവർ മാറിപ്പോവുക അങ്ങനെയൊക്കെ. അപ്പം അത്രയും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ സംഭവിക്കാൻ സാധ്യതയും. കാട്ടുന്നൊരു സംഗതി പുറത്തേക്ക് വരുമ്പോൾ അതിനെന്തോ ഒരു റീസൺ ഉണ്ട് പുറത്തേക്ക് വരാൻ. എല്ലാ അവൈലബിലിറ്റിയും കാട്ടിലുണ്ടായിട്ടും പുറത്തേക്ക് വരുമ്പോൾ അതിനെന്തോ റീസൺ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് നേരത്തെ ഡിസ്കഷനും റെസ്റ്റും എല്ലാം കഴിഞ്ഞ് അടുത്ത ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങി. മറ്റൊരു റൂട്ടിലൂടെ പോയി റിസോർട്ടിൻ്റെ തന്നെ പന്നിപ്പാറ എന്ന വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഗുണമാണ് കേട്ടോ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രയിൽ അത്ര അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വാട്ടർ ബോഡിയിൽ വന്നിട്ട് വെള്ളം കുടിക്കില്ല. ഇവിടെ മുഴുവൻ ആനയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. ആനിമൽ സൈറ്റിംഗ് ഒന്നും ഇതുവരെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. എപ്പോഴും കടുവയുടെയും ആനയുടെയും കാട്ടുപോത്തിൻ്റെയും മ്ലാവിൻ്റെയും എല്ലാം പ്രസൻസ് ഉള്ള സ്ഥലമാണ്. റെയിൻ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് പതുക്കെ നടന്ന കുന്നിൻ മുകളിലുള്ള വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ പോലെയല്ല, അത്യാവശ്യം ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് അനിമൽ പ്രസൻസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടിനുള്ളിൽ നിന്നെന്തോ ശബ്ദം കേട്ടത്. ഞങ്ങളവിടെ നടന്ന് തിരഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. സന്തോഷേട്ടൻ്റെ കയ്യിൽ കണ്ട ഒരു തരം പ്രാണി കണ്ടോ? കാട്ടിൽ കാണുന്ന പ്രത്യേകതരം ചെള്ളാണെന്നാണ് പറയണത്. കടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല ബുദ്ധിമുട്ട് വരും. ചിലർക്ക് പനി വരെ വരും എന്നും പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും സന്തോഷേട്ടൻ ഇതുപോലത്തെ പല എക്സ്പീരിയൻസും ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കേട്ടിരുന്ന് അധികം വൈകാതെ തന്നെ തിരിച്ച് നടക്കാനായി ഞങ്ങളുടെ പ്ലാന്. കുറച്ച് വൈകിയാൽ തിരിച്ചിറങ്ങാൻ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും. പിന്നെ കുറേ കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ ട്രക്കിംഗ് ആണല്ലോ, വഴി തെറ്റാനും നല്ല സാധ്യത ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, പണ്ടത്തെ പല വഴികളും ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നുണ്ട്. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ റയർ സൈറ്റിങ്സുകളിൽ ഒന്നായിട്ടുള്ള നീൽഗിരി ഫ്ലൈ ക്യാച്ചറിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വളരെ റയർ സൈറ്റിങ്ങുമാണ്. പിന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഹൈ എലിവേഷൻസിൽ മാത്രമേ കാണുകയുള്ളൂ. ആൾ കാണുമ്പോൾ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ബേർഡ് വാച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മെയിൻ ടാർഗറ്റാണ് കേട്ടോ. നടന്നങ്ങനെ താഴെത്താറാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി. റിസോർട്ടിലെത്തി ഇനി കുറച്ച് റിലാക്സ് ചെയ്ത് രാത്രി പുറത്തേക്ക് വന്ന് ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വൈൽഡ് ലൈഫ് അത്ര താല്പര്യമില്ലാത്തവർക്കും ഈ ആംബിയൻസിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ കഴിയും. അത്രത്തോളം ഫീലാണ് റിസോർട്ടിൽ തന്നെ. അങ്ങനെ വൈൽഡ് ലൈഫ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരും കൂടിയിരുന്ന് അവരുടെ ഫോട്ടോ എടുത്ത എക്സ്പീരിയൻസും ടെക്നിക്സും എല്ലാം ഷെയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈവനിങ് കോഫി എല്ലാം കഴിഞ്ഞ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ്. കൂടാതെ നാളെ ചെറിയൊരു ഫോട്ടോ വാക്ക് കൂടിയുണ്ട്. റിസോർട്ടിൻ്റെ ആംബിയൻസ് അത് പകലായാലും രാത്രിയായാലും നമ്മളെ ശരിക്കും റീഫ്രഷ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്റ്റേയിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട്. ട്രെക്കിംഗ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാടിൻ്റെ ശബ്ദമെല്ലാം കേട്ട് തണുപ്പിലൊരു നടത്തം, അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഫോട്ടോഗ്രാഫിയും. ഇപ്പോൾ ശബ്ദം കേൾക്കാം, ക്യുക്കി ക്യുക്കി എന്നുണ്ട്. അത് വെൽവെറ്റ് ഫണ്ടർ നട്ടാസ് എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഈ കരയുന്നില്ലേ, ഈ കരയുന്നത് നീലഗിരി ഫ്ലൈ ക്യാച്ചറാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ടു ഓറഞ്ച് മിനുവേറ്റ് എന്ന് പറയുന്ന ബേർഡാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ബേർഡ്സിനെ കാണാൻ കഴിയുന്നതുകൊണ്ട് ബേർഡ് വാച്ചിങ്ങിനും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണം പറയാൻ. അങ്ങനെ കുറച്ച് നേരത്തെ റിലാക്സിങ് വാക്കെല്ലാം കഴിഞ്ഞ് റിസോർട്ടിൽ തിരിച്ചെത്തി. ഇനി ഞാൻ ഇവിടുത്തെ റിസോർട്ടിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാം.
ഈ ഒരു റിസോർട്ടിൽ ഇത്രയും ആക്ടിവിറ്റീസും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരാൾക്ക് സ്റ്റേ ചെയ്യാനും 3500 രൂപ മുതലാണ് റേറ്റ് വരുന്നത്. അതിൽ തന്നെ 3 നേരം ഫുഡും പിന്നെ ഇത്രയും ട്രക്കിങ്ങും എല്ലാം ഇൻക്ലൂഡഡാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മിനിമം 4 ആളായിട്ടെങ്കിലും വരണം. കാരണം ഗ്രൂപ്പ് ക്യാമ്പ് പോലത്തെ ആക്ടിവിറ്റീസ് ആണല്ലോ കൂടുതലും നടക്കുന്നത്. ഇവിടുത്തെ കൂടുതൽ റൂമുകളുടെ ഡീറ്റെയിൽസും വരാനിരിക്കുന്ന വൈൽഡ് ലൈഫ് ക്യാമ്പുകളെയും പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. സ്റ്റേ ഓപ്ഷൻസും കൂടുതൽ ഫോട്ടോസും ബുക്കിങ്ങും എല്ലാം junglepark.com എന്ന ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ടൂറിസ്റ്റുകളൊന്നും അധികം എത്തിയിട്ടില്ലാത്തൊരു ഫ്രഷ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.